ആലുവയിൽ നിന്ന് തോക്കും തിരകളും പിടികൂടി. പറവൂർ മാഞ്ഞാലി മാവിൻ ചുവടിൽ റിയാസിന്റെ വീട്ടിൽ നിന്നാണ് തോക്കുകൾ കണ്ടെത്തിയത്. 4 തോക്കുകളും 20 വെടിയുണ്ടകളും 2 കത്തികളും 9 ലക്ഷം രൂപയുമാണ് പിടിച്ചെടുത്തത്. ആദിത്യൻ ഓമനക്കുട്ടൻ വിവരങ്ങളുമായിട്ട്. ആദിത്യന് എങ്ങനെയാണ് ഇതിന്റെ ഒരു സൂചന പോലീസിന് കിട്ടിയത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ദിവിഷ്, ആലുവ, പെരുമ്പാവൂർ, മാഞ്ഞാലി, പറവൂർ ഭാഗങ്ങളിലൊക്കെ ഈ പോലീസിൻ്റെയും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിൻ്റെയും സംയുക്തമായ പരിശോധന നടക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ റിയാസ് എന്ന ഒരാളുടെ വീട്ടിൽ നിന്ന് അതും 4 തോക്കുകളും 20 വെടിയുണ്ടകളും 9 ലക്ഷം രൂപയും 2 കത്തികളും ഉൾപ്പെടുന്ന ആയുധശേഖരം പോലീസ് പിടികൂടിയത്. അത് SP വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ആയുധശേഖരവും പണവും ഉൾപ്പെടെ പിടികൂടിയത്. പെരുമ്പാവൂർ അനസ് എന്ന കുപ്രസിദ്ധ ഗുണ്ടയുടെ സംഘത്തിൽപ്പെട്ട ആളാണ് റിയാസ് എന്നാണ് പോലീസിൻ്റെ വിവരം. അങ്ങനെയാണ് ഇവിടെ പരിശോധന നടത്തുന്നത്. ഇതിനു മുൻപ് 7ഓളം കേസുകളിൽ പ്രതിയായിട്ടുള്ള ആൾ കൂടിയാണ് റിയാസ്. അപ്പോൾ ഈ പ്രദേശത്തെ ഇതിനു മുൻപ് നടന്നിട്ടുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ കേസുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത്തരത്തിൽ ഒരു മിന്നൽ പരിശോധനയുടെ ഒരു സ്പെഷ്യൽ ഡ്രൈവ് തന്നെ നടത്തിയത്. അതും ആലുവ, പെരുമ്പാവൂർ, പറവൂർ ഭാഗങ്ങളിലായിട്ടായിരുന്നു പോലീസിൻ്റെ ഇത്തരത്തിലുള്ള അപ്രതീക്ഷിതമായ നീക്കം. അങ്ങനെയാണ് ഈ മാവൂർ റോഡിലുള്ള പറവൂരിലെ ഈ റിയാസിൻ്റെ വീട്ടിൽ നിന്ന് ഇത്തരത്തിൽ ആയുധങ്ങളും പണവും അതുപോലെ പിടികൂടിയത്. എവിടെ നിന്ന് ഈ തോക്ക് റിയാസിന് ലഭിച്ചു, അതുപോലെ തന്നെ ഈ 9 ലക്ഷം രൂപയുടെ ഉറവിടം എന്താണ്, ഈ കത്തികളുടെ ഉറവിടം എന്നൊക്കെ പോലീസ് വിശദമായി അന്വേഷിക്കുകയാണ്. ഇപ്പോഴും രാവിലെ 10 മണിക്ക് തുടങ്ങിയ പരിശോധന റിയാസിൻ്റെ വീട്ടിൽ ഇപ്പോഴും തുടരുകയാണ്. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും പോലീസും സംയുക്തമായി SP-യുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തുന്നത്. എന്തായാലും റെയ്ഡിന് ശേഷം ഇപ്പോൾ റിയാസിനെ വീട്ടിൽ നിന്ന് പുറത്തിറക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം പോലീസ് മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആലുവ, പെരുമ്പാവൂർ, പറവൂർ ഭാഗങ്ങളിൽ പോലീസ് നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഭാഗത്ത് റിയാസ് എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ നിന്ന് ഇത്തരത്തിൽ ആയുധങ്ങളും പണവും പിടികൂടിയത്. അതും 9 ലക്ഷം രൂപയും 2 കത്തികളും 4 തോക്കുകളും 20ഓളം വെടിയുണ്ടകളുമാണ് പിടികൂടിയിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ഗുണ്ടാ സംഘങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ കണ്ണികളായി മറ്റാരെങ്കിലും ഉണ്ടോ, ഈ പണത്തിൻ്റെ ഉറവിടം എന്ത്, ഈ തോക്കിൻ്റെ ഉറവിടം എന്ത് എന്നതിനെ സംബന്ധിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കുപ്രസിദ്ധ ഗുണ്ടയായ പെരുമ്പാവൂർ അനസ് എന്ന് പറയുന്ന ആളുടെ സംഘത്തിൽപ്പെട്ട ഒരു പ്രതിയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇയാൾ ഇതിനു മുൻപ് 7ഓളം കേസുകളിലും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ദിവിഷ്. ശരി, ആദിത്യൻ ഓമനക്കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്. ആലുവയിൽ നിന്നാണ് തോക്കും വെടിയുണ്ടകളും പണവും പിടികൂടിയിരിക്കുന്നത്.